ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസംഗം കൊണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒരിക്കലുമില്ല. അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതും എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ആ വിലയിരുത്തിനകത്തുള്ള തീരുമാനം ഇങ്ങനെയാണ്. പൊളിറ്റിക്കൽ ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അറിയിപ്പ് ഇതൊരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി പോകേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഈ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അല്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രസംഗങ്ങൾ പല രീതിയിൽ തന്നെ നടക്കും. പല രീതിയിൽ നടക്കും. ഓരോ പ്രസംഗങ്ങൾ പല രീതിയിൽ നടക്കും. പല ചർച്ചകളും ഉണ്ടാകും. ആ ചർച്ചകൾ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ CPM നടത്തുന്ന ചർച്ചകൾ അത് പലതരത്തിലുള്ള ചർച്ചകൾ വരും. അത് പ്രതികൂലമായിരിക്കും, അനുകൂലമായിരിക്കും, പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനകത്ത് ഇതൊരു ഹെൽത്തി ഡിസിഷനായി പോയി അവസാനം റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് എനിക്ക് കരുതുന്നില്ല. ഞാൻ പറഞ്ഞ പല ചർച്ചകളും ഇതിനകത്തുണ്ടാകാം. ഇത് ഞാൻ പറഞ്ഞ ഇപ്പൊ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം തൃശ്ശൂരിന്റെ തോൽവിയെ പറ്റി കേരള കോൺഗ്രസ് ചർച്ച ചെയ്തു. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഏറ്റവും ആദ്യമേ അതിന്റെ ചർച്ച എഴുതി തയ്യാറാക്കി ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ പല അഭിപ്രായങ്ങൾ പല രീതികൾ വരും. ആ അഭിപ്രായങ്ങൾ കേൾക്കും, ഹെൽത്തി ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകും. സമുദായം എന്നുള്ളതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ BJPയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും UDF നിന്നും കാണും. ഞാൻ കോട്ടയത്തെ അല്ല, കേരള സംസ്ഥാനത്തിന്റെയാണ് പൊതുവെ പറയുന്നത്. അത് ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ കാണും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അണികളുടെ വോട്ടുകളല്ല, ഈ പറഞ്ഞ അനുഭാവം ഉണ്ടായിരുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ തീർച്ചയായിട്ടും അത് കേരള സംസ്ഥാനത്തും ഇവിടെയായിട്ടും അത് മാറ്റം വന്നിട്ടുണ്ട്. അതൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ വരുത്തും. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും ആശയവുമുണ്ട്. ആ ആശയത്തിനൊപ്പം അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്കൊപ്പം, ജനങ്ങൾ ഉദ്ദേശിച്ച പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തത് കൊണ്ട് ആഭിമുഖ്യമുള്ള എക്കാലത്തും പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട്. ആ മാറിപ്പോയത് എക്കാലത്തേക്ക് മാറിപ്പോയി എന്നുള്ളതല്ല. അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2019 ഇതുപോലെ തന്നെയാണല്ലോ. 2019 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡുണ്ടായിരുന്നു അല്ലേ? അവിടെ 16 LDF ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 99 സീറ്റിലേക്ക് വീണ്ടും വന്നു. ഇപ്പോൾ 19 സീറ്റാണ്. 110 സീറ്റ് UDFനാണ്. നമുക്ക് തിരിച്ചു വരാം. തിരുത്തലുണ്ടാകും.